അപ്പോൾ ഹെഡിങ് എഴുതിക്കോ, റിഡക്ഷൻ. ഓക്സിഡേഷൻ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ റിഡക്ഷൻ എന്താ? ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആയിരിക്കും. ഓക്സിഡേഷൻ അഡീഷൻ ഓഫ് ഓക്സിജൻ ആണെങ്കിൽ റിഡക്ഷൻ എന്താ? റിമൂവൽ ഓഫ് ഓക്സിജൻ ആയിരിക്കും. ഓക്സിഡേഷൻ അഡീഷൻ ഓഫ് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആണെങ്കിൽ എന്താണ്? റിഡക്ഷൻ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആയിരിക്കും. ഓക്സിജൻ അഡീഷൻ ഓഫ് മൂന്നെണ്ണമല്ലേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, ശരി. അപ്പൊ നോക്കിയോ, അതായത് റിഡക്ഷൻ എഴുതുക, റിഡക്ഷൻ എഴുതുക, എ പ്രോസസ് റിഡക്ഷൻ എഴുതിയിട്ട് എഴുതുക, എ പ്രോസസ് ഇൻ വിച്ച് an atom or ion gains electron ഗെയിൻ ചെയ്ത് ഇലക്ട്രോണെ ലോസ് ചെയ്ത് കാണിച്ചാൽ നമ്മൾ ഇങ്ങനെ മൈനസ് ഇട്ടാൽ, ഇലക്ട്രോണെ ഗെയിൻ ചെയ്ത് കാണിച്ചാൽ പ്ലസ് ഇട്ട് കാണിച്ചാൽ. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. Cu2 പ്ലസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? Cuവിൽ നിന്ന് 2 ഇലക്ട്രോൺ പോയ അവസ്ഥയാണ് Cu2 പ്ലസ്. അപ്പം അതിനകത്ത് 2 ഇലക്ട്രോൺ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? പോയ 2 ഇലക്ട്രോണെ തിരിച്ചു കിട്ടിയെങ്കിൽ അത് എന്തായിട്ട് മാറും? Cu ആയിട്ട് മാറും. ഓക്കെ, ഈ Fe3 പ്ലസിനകത്ത് 3 ഇലക്ട്രോണെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓൾറെഡി 3 ഇലക്ട്രോൺ കുറവായതുകൊണ്ടാണ് Fe3 പ്ലസ് എന്ന് പറയുന്നത്. 3 ഇലക്ട്രോണെ കിട്ടുമ്പോൾ അത് എന്തായിട്ട് മാറും? Fe ആയിട്ട് മാറും. ആണല്ലോ. ഓക്കെ, ഇനി Fe3 പ്ലസിനകത്ത് 1 ഇലക്ട്രോണിനെ കിട്ടിയുള്ളെങ്കിലോ? Fe2 പ്ലസ് ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അതേപോലെ തന്നെ സൾഫറിനകത്ത് 2 ഇലക്ട്രോൺ ആഡ് ചെയ്താൽ എന്തായിട്ട് മാറും? ഇതെല്ലാം ഇലക്ട്രോണിന്റെ സിമ്പിൾ ആണ് ഇട്ടേക്കണേ. സൾഫറിനകത്ത് 2 ഇലക്ട്രോൺ ആഡ് കഴിഞ്ഞാൽ ഒരു ആറ്റത്തിന് 2 എക്സ്ട്രാ ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? മൈനസ് വരും ഇല്ലേ? അപ്പം S2 മൈനസ് കണ്ടോ, ഇങ്ങനെ ആവും. ഓക്കെ ആണല്ലോ. ഇനിയും ഈ എന്താണ് റിഡക്ഷൻ ഇൻവോൾവ്സ് എന്താണ് റിഡക്ഷനകത്ത് ഉള്ളത്? റിഡക്ഷൻ ഇൻവോൾവ്സ് എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഓക്സിജനെ റിമൂവ് ചെയ്യുന്നത് റിഡക്ഷൻ. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ നോക്കിയോ. CuO പ്ലസ് H2 gives Cu പ്ലസ് H2O. എന്താ സംഭവിച്ചത് ഇവിടെ? CuOയിൽ നിന്ന് ഓക്സിജനെ റിമൂവ് ചെയ്ത് Cu ആക്കി. റിമൂവൽ ഓഫ് ഓക്സിജൻ ഈസ് എന്താ? റിഡക്ഷൻ. ഓക്കെ, അത് അടുത്ത ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അടുത്ത ഞാൻ അതിന് എന്താണ് റിമൂവൽ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാലും അഡീഷൻ ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാ? അഡീഷൻ ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാ? ഹൈഡ്രജൻ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാ? ഓക്കെ, മിഷേലെ നമ്മൾ ഇത്രയും പറഞ്ഞു. റിഡക്ഷൻ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ എന്നാണ് പറയുന്നത്. അപ്പം Cu2 പ്ലസിനകത്ത് 2 ഇലക്ട്രോണിനെ കിട്ടിക്കഴിഞ്ഞാൽ അത് Cu ആയിട്ട് മാറുന്നു. Fe3 പ്ലസിന് 3 ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് Fe ആയിട്ട് മാറുന്നു. ഇനി Fe3 പ്ലസിന് 1 ഇലക്ട്രോണെ കിട്ടിയുള്ളെങ്കിൽ അത് എന്തായിട്ട് മാറുന്നു? Fe2 പ്ലസ് ആയിട്ട് മാറുന്നു. ന്യൂട്രൽ ആയിട്ടുള്ള സൾഫർ ആറ്റത്തിനകത്ത് 2 ഇലക്ട്രോൺ എക്സ്ട്രാ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ S2 മൈനസ് ആയിട്ട് മാറുന്നു. റിഡക്ഷനെ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ എന്ന് മാത്രമല്ല പറയുന്നത്, റിഡക്ഷൻ ഇൻവോൾവ് ചെയ്യുന്നത് റിമൂവൽ ഓഫ് ഓക്സിജനെയും റിഡക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ നോക്കിയ CuO പ്ലസ് H2O ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഈ Cuവിൽ നിന്ന് ഓക്സിജൻ മാറി, റിമൂവൽ ഓഫ് ഓക്സിജൻ, എന്നിട്ട് Cu ആയിട്ട് Cu പ്ലസ് H2O ആയി. അത് റിമൂവൽ ഓഫ് ഓക്സിജൻ. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാലും അത് എന്ത് തന്നെയാണ്? അത് ഓക്സിഡേഷൻ, റിഡക്ഷൻ ആണ്. നമുക്ക് നോക്കാം. Cl2 പ്ലസ് ഹൈഡ്രജൻ സൾഫൈഡ് എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇതിൽ നിന്ന് ഹൈഡ്രജനെ ആഡ് ചെയ്യാൻ നോക്കിയോ. Cl-നകത്തോടെ ഹൈഡ്രജനെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എന്തായാലും HCl ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പം ഇതെന്താ? ഇത് ഹൈഡ്രജൻ റിമൂവ് ആയി. അപ്പൊ ബാക്കി എന്ത് മാത്രമേ കാണത്തുള്ളൂ ഇവിടെ? സൾഫർ മാത്രം. ബാലൻസ് ചെയ്യണം, ഞാൻ ബാലൻസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് മനസ്സിലായിക്കോണം, ക്ലോറിനകത്തോട്ട് ഹൈഡ്രജൻ ആഡ് ആയി വരുവായിരുന്നു ചെയ്തത്, അതുകൊണ്ടാണ് HCl ആയത്. അപ്പൊ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഇത് റിഡക്ഷൻ. ഇനി റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ നോക്കിക്കോണം, റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതേണ്ടത് ഇങ്ങനെയാണ്. എ റെഡ്യൂസിങ് ഏജന്റ് is one that reduces other substance.
by providing electrons or by providing hydrogen or by providing an electropositive ion or by removing oxygen or by removing electronegative ion electronegative ion. ഞാൻ ഇന്നലെ ഒരു ട്രിക്ക് പറഞ്ഞു തന്നായിരുന്നു. എന്താ? ഓക്സിഡേഷൻ നടന്നത് ആർക്കാണ് കണ്ടുപിടിക്കാൻ എളുപ്പം? എന്ത് ചെയ്താൽ മതി? ഒന്നെങ്കിൽ ലോസ് ഓഫ് ഇലക്ട്രോൺ നടന്നു കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ഓക്സിജൻ എവിടെ നടന്നെന്ന് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ നടന്ന എവിടെയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി, അല്ലേ? ഓക്സിഡേഷൻ നടന്ന എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. ആർക്കാണോ ഓക്സിഡേഷൻ നടന്നത് അവൻ നല്ല റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും എന്ന് ഓർക്കണം. ആർക്കാണോ റിഡക്ഷൻ നടന്നത് അവൻ നല്ല ഓക്സിഡൈസിങ് ഏജന്റ് ആണെന്ന് ചിന്തിച്ചോണം. ഓപ്പോസിറ്റ്. ഇവിടെ നോക്കിയോ, ഇവിടെ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോഴാണല്ലോ റിഡക്ഷൻ നടക്കുന്നത്. അപ്പൊ ഈ ഇലക്ട്രോണിനെ കൊടുത്തതാരാ? ഈ 2 ഇലക്ട്രോൺ ആവശ്യമുണ്ടല്ലോ, 2 ഇലക്ട്രോണിനെ കൊടുത്തതാരാ? ആ 2 ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആളാണ് റെഡ്യൂസിങ് ഏജന്റ്. മനസ്സിലായോ? അപ്പുറത്തെ 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്തപ്പോഴാണ് ഓക്സിഡേഷൻ നടന്നത്. ഓക്കെ, ഈ 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത 2 ഇലക്ട്രോണിനെ മേടിക്കുന്നവനാരോ അവനായിരിക്കും ഓക്സിഡൈസിങ് ഏജന്റ്. മനസ്സിലായി? അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്സിഡേഷൻ നടന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കുക. ആർക്കാണോ ഓക്സിഡേഷൻ നടന്നത് മനസ്സിലാക്കുക, അവൻ നല്ല റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. എവിടെയാണ് റിഡക്ഷൻ നടന്നതെന്ന് മനസ്സിലാക്കുക, അവൻ നല്ല ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ കാണിച്ചു തരാൻ പറ്റും. റെഡോക്സ് റിയാക്ഷൻ ജസ്റ്റ് ഒരു ഹെഡിങ് എഴുതിക്കേ. അല്ല, ഒരു കാര്യം കൂടെ ആലോചിക്കണം. ഇവിടെ ഒരു ഡോട്ട് ഇട്ടിട്ട് റിഡക്ഷനെ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്നും വേണമെങ്കിൽ എഴുതിക്കോണേ. ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. Decrease in oxidation number is also reduction. അതേപോലെ നിങ്ങൾ ഇന്നലെ നമ്മുടെ ഓക്സിഡേഷൻ എഴുതിയില്ലേ, ഓക്സിഡേഷൻ്റെ അവിടെ അവസാനത്തെ പോയിന്റ് ആയിട്ട് എഴുതിക്കോ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ. അത് അപ്പുറത്ത് പോയിട്ട് എഴുതണേ. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഈസ് ഓൾസോ ഓക്സിഡേഷൻ എഴുതുക. ഈ 2 സാധനങ്ങൾ എഴുതുക. ഓക്സിഡേഷന്റെ ഏറ്റവും താഴത്തെ പോയിന്റ് ആയിട്ട് എഴുതുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ഥലം ഉള്ളിടത്ത് എവിടെയെങ്കിലും എഴുതിക്കും. ഒരു ഡോട്ട് ഇട്ടിട്ട് അത് ഓക്സിഡേഷന്റെ അവിടെയാണ് എഴുതുന്നത്. ആ ഓക്സിഡേഷന്റെ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതിക്കണം. ഇന്നലെ അവിടെ വരെയല്ല എഴുതിയത്. ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതിക്കോ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഈസ് ഓൾസോ ഓക്സിഡേഷൻ. അത് എഴുതാൻ മറന്നു പോയതാണ്. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്താലും ഓക്സിഡേഷൻ നടന്നെന്ന് പറയാൻ പറ്റും. എന്നിട്ട് ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ അത് റിഡക്ഷൻ നടന്നെന്ന് പറയാൻ പറ്റും. അത് നമ്മൾ ഇവിടെ എഴുതുന്നത്. ഇപ്പൊ എത്ര പേജ് വിടണമെന്ന് പറഞ്ഞു? അത്രയും അതിന്റെ പകുതി വരെ അവിടെ ഒന്ന് എഴുതി. ഇനിയും റെഡോക്സ് റിയാക്ഷൻ എന്നൊരു ഹെഡിങ് കൊടുത്തേ. റെഡോക്സ് റിയാക്ഷൻ ഇതിനകത്ത് പഠിക്കാനില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയണം. റെഡോക്സ് റിയാക്ഷൻ, ഓക്സിഡേഷനും റിഡക്ഷനും ഒരേ റിയാക്ഷനിൽ നടന്നു കഴിഞ്ഞാൽ അവൻ റെഡോക്സ് റിയാക്ഷൻ. അതായത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻ takes place side by side. അതിനെയാണ് റെഡോക്സ് റിയാക്ഷൻ പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്കൊരു റെഡോക്സ് റിയാക്ഷൻ എടുക്കാമേ. CuO plus H2 gives Cu plus H2O. ഓക്കെ ആണല്ലോ? ഇവിടെ ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിഡക്ഷനകത്ത് പഠിച്ച റിയാക്ഷൻ ആണ്. പക്ഷേ റിഡക്ഷനകത്ത് പഠിച്ച റിയാക്ഷൻ ആണെങ്കിൽ ഇതിനകത്ത് ആരും കൂടെ നടക്കുന്നുണ്ട്, ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ?
ഈ CU ആയപ്പോൾ എന്തുവാ ഇവിടെ നടന്നേ? റിമൂവൽ ഓഫ് എന്താ? ഓക്സിജൻ ആണ്. റിമൂവൽ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താ? റിമൂവൽ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താ? റിഡക്ഷൻ ആണോ ഓക്സിഡേഷൻ ആണോ? റിഡക്ഷൻ ആണല്ലോ, റിഡക്ഷൻ. അപ്പൊ ഇവിടെ ആർക്കാ റിഡക്ഷൻ നടന്നേ? COയ്ക്ക്. റിഡക്ഷൻ നടന്നത് ആരാണോ അവൻ നല്ല ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇവൻ നല്ല ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. ഓക്സിഡൈസിങ് ഏജന്റ്. അതേപോലെ തന്നെ ഈ H2 ഇവിടെ വന്നപ്പോ എന്തായിട്ട് മാറി? ശ്രദ്ധിക്കണേ, H2 ഇവിടെ വന്നപ്പോ എന്തായിട്ട് മാറി? H2O. അപ്പൊ അവിടെ എന്ത് ചേഞ്ച് ആണ് നടക്കുന്നത്? അഡീഷൻ ഓഫ് ഓക്സിജൻ. അഡീഷൻ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താ? അഡീഷൻ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ ആണ്. ഓക്കെ, അപ്പം ഇവനാണ് ഇവിടെ എന്ത് നടന്നത്? ഓക്സിഡേഷൻ നടന്നത്. അപ്പൊ ഇവൻ നല്ല എന്തായിരിക്കും? ഓക്സിഡേഷൻ നടന്നാൽ ആരോ അവൻ നല്ല റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. അപ്പൊ ഇവൻ റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. മിഷേല് കത്തിയാണോ? ഈ സാധനം കത്തിയോ? ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ, സന. അഭിനവ്. ഓക്കെ, ഈ ഞാൻ മിഷേലിനോട് ചോദിക്കുക, മിഷേലിനെ ഈ ചാപ്റ്റർ സ്കൂളിൽ പഠിപ്പിച്ചെന്നല്ലേ പറഞ്ഞേ? ഇങ്ങനെയാണോ ഈ റെഡ്യൂസിങ് ഏജന്റ് ഓക്സിഡൈസിങ് ഏജന്റ് മനസ്സിലാക്കി വെച്ചത്? കേട്ടില്ല. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, അപ്പം നോക്കിക്കോളൂ. എക്സാമ്പിൾസ് ഓഫ് റെഡ്യൂസിങ് ഏജന്റ് എന്നും കൂടെ കൊടുക്കണേ. അത് ഞാൻ എഴുതാൻ വിട്ടുപോയി. എക്സാമ്പിൾസ് ഓഫ് റെഡ്യൂസിങ്. അത് സിങ്ക് ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. സോളിഡ് ആയിട്ടുള്ള ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. അലൂമിനിയം, കോപ്പർ, സോഡിയം, ഗ്ലൂക്കോസ്, ഇവരെല്ലാം സോളിഡ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആണ്. അതേപോലെ തന്നെ ഫോം ആയിട്ടിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2, HI ഹൈഡ്രജൻ അയഡൈഡ്, ഹൈഡ്രജൻ ബ്രോമൈഡ് HBr, ഇവരെല്ലാം ലിക്വിഡ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, അല്ല റെഡ്യൂസിങ് ഏജന്റ് ആണ്. അതേപോലെ തന്നെ ഹൈഡ്രജൻ സൾഫൈഡ് H2S, കാർബൺ മോണോക്സൈഡ് CO, സൾഫർ ഡയോക്സൈഡ് SO2, ഇവരെല്ലാം ഗ്യാസ് ആയിട്ടുള്ള എന്താണ്? റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഓക്കെ, അടുത്തത് ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് പറയുന്നത് തിയറി ഓഫ് ഇലക്ട്രോലിറ്റിക് ഡിസോസിയേഷൻ. അരീനിയസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഈ ഡിസോസിയേഷന്റെ തിയറിയെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നെ. അതിന് കുറെ പോസ്റ്റുലേറ്റ്സ് ഉണ്ട്, അത് നമുക്ക് പഠിക്കണം. ഇമ്പോർട്ടന്റ്, വളരെ ഇമ്പോർട്ടന്റ്. അപ്പം എഴുതുക ഹെഡിങ് തിയറി ഓഫ് ഇലക്ട്രോലിറ്റിക് ഡിസോസിയേഷൻ. According to Arrhenius, എഴുതുമ്പോൾ അർഹീനിയസ് എന്നാണ് എഴുതുന്നതെങ്കിലും വായിക്കുന്നത് അരീനിയസ് എന്നാണ്. അരീനിയസ് ഓരോ ഡോട്ട് ഇട്ട് എഴുതുക. അരീനിയസ് പറയുന്നത് an electrolyte on dissolving in water dissociate
ഇൻറ്റു ഫ്രീ മൊബൈൽ അയോൺസ്. മൊബൈൽ മൂവ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് മൊബൈൽ അയോൺസ്. അതായത് ഏതാ? കാറ്റയോണും കാറ്റയോൺ, ദാറ്റ് ഈസ് കാറ്റയോൺ IE, that is cations and anions, which allow flow of an electric current through it. അദ്ദേഹം പറയുന്നത് ഒരു ഇലക്ട്രോലൈറ്റ്, നമ്മളിപ്പോൾ ഒരു ഉദാഹരണം എടുക്കുക, CuSO4 ഒരു ഇലക്ട്രോലൈറ്റ് അല്ലേ? അല്ലേ പോട്ടെ, NaCl എടുക്കാം. NaCl ഒരു ഇലക്ട്രോലൈറ്റ്. NaCl ഉപ്പ, സോളിഡ് സ്റ്റേറ്റില്ല, അത് കറണ്ട് കണ്ടക്ട് ചെയ്യത്തില്ല. അത് ഇലക്ട്രോലൈറ്റ് ആവണമെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അതൊരു ഇലക്ട്രോലൈറ്റ് ആണ്, പക്ഷെ അത് അതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിന് ഇലക്ട്രോലൈറ്റിന്റെ പ്രോപ്പർട്ടി കാണിച്ചു കൊടുക്കും. എന്താ? വെള്ളം ഒഴിക്കുന്ന ആ സമയത്ത് തന്നെ എന്ത് സംഭവിക്കും? അത് NaCl എന്ന് പറയുന്ന ബോണ്ട് പൊട്ടിയിട്ട് എന്തായിട്ട് മാറും? Na+. ഓൾറെഡി Na+ഉം Cl- ഉം തമ്മിലാണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ ഈ ബോണ്ട് പൊട്ടും. വെള്ളത്തിനകത്തെ ഓക്സിജൻ എന്ത് ചെയ്യാൻ അറിയാമോ? രണ്ട് ഈ പോസിറ്റീവ് ആയിട്ടുള്ള ആളിനെ വലിക്കും, വെള്ളത്തിനകത്തെ പോസിറ്റീവ് ആൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ളതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ ഈ ബോണ്ട് പൊട്ടും. ബോണ്ട് പൊട്ടുമ്പോൾ ഇത് എന്തായിട്ട് മാറി? Na+ഉം Cl- ആയിട്ട് മാറി. ഇവൻ മൂവബിളാണ്, മൂവ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? നമ്മുടെ കണ്ടക്ടറിനകത്ത് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോഴാണ് കറണ്ട് ഉണ്ടാകുന്നതെന്ന് പറയുന്ന പോലെ ഇലക്ട്രോലൈറ്റിനകത്ത് ഈ അയോൺസ് മൂവ് ചെയ്യുമ്പോഴായിരിക്കും കറണ്ട് ഉണ്ടാകുന്നതെന്നുള്ള കാര്യം. ഓക്കെ ആണോ? തെറ്റാണല്ലോ? ഓക്കെ. അപ്പൊ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് all ions carry an electric charge and are responsible for the flow of electric current എന്ന് പറഞ്ഞാൽ എന്താ? അതായത് എല്ലാത്തും അയോൺസിനെല്ലാം ചാർജ് ഉണ്ടല്ലോ. ഇപ്പൊ Naക്ക് Na+ ഉണ്ട്, Cl- ഉണ്ട്. അയോൺസിനെല്ലാം ചാർജ് ഉണ്ട്. ഈ ചാർജിന്റെ ഫ്ലോ മൂലമാണ് അതിനകത്ത് ഉണ്ടാകുന്നത് കറണ്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ ചാർജിന്റെ ഫ്ലോ ആണ് ആ കറണ്ട് ഉണ്ടാക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫാക്ടർ. ഓക്കെ ആണല്ലോ? ഓക്കെ. മൂന്നാമത്തെ അതിന്റെ പോസ്റ്റുലേറ്റ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന അർത്ഥം എന്തുവാ? കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ്, അതാണ് കണ്ടക്ടിവിറ്റി. The conductivity of the electrolyte depends upon the concentration of the ions in the solution. The conductivity of electrolyte depends upon the concentration of ion in the solution. എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ഒരു ഇലക്ട്രോലൈറ്റിനെ തൊട്ട് വെള്ളം ഒഴിക്കുന്ന സമയത്ത് അതിനകത്ത് 10,000 അയോൺസ് ഉണ്ടായെന്ന് വിചാരിക്കും. ഇപ്പൊ NaCl-നകത്ത് ഞാൻ എന്താ വെള്ളം ഒഴിക്കുമ്പോൾ 10,000 Na+ഉം 10,000 Cl- ഉണ്ടായെന്ന് വിചാരിക്കാം. എന്നാൽ ഞാൻ CH3COH എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റിനകത്തോട്ട് വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 500 CH3CO- ഉം 500 H+ ഉണ്ടാവുകയുള്ളായിരിക്കും. അപ്പം അയോൺസിന്റെ കോൺസെൻട്രേഷൻ ഇതിനകത്താണ് കൂടുതൽ അയോൺസ് ഇതിനകത്താണ് കാണപ്പെട്ടെ, NaCl-നകത്താണ്. അപ്പൊ അവിടെ കൂടുതൽ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ് അവിടെ കൂടുതലായിരിക്കും. കൂടുതൽ അയോൺസ് ഉള്ളപ്പോൾ കൂടുതൽ അയോൺസ് ഒഴുകുമ്പോൾ കൂടുതൽ കറണ്ട് ഉണ്ടാകും. കൂടുതൽ കറണ്ട് ഉണ്ടാവണമെങ്കിൽ കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ, റൈറ്റ്. അടുത്തത് the number of positive charges equals the number of negative charges in solution. Negative charges in solution എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇപ്പം 10,000 NaCl മോളിക്കൂൾ ഉണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം ഒഴിക്കുമ്പോൾ 10,000 Na+ഉം 10,000 Cl- ആയിരിക്കും ഉണ്ടാകുന്നത്. എത്ര പോസിറ്റീവ് അയൺ ഉണ്ടോ അത്രയും തന്നെ എന്തുണ്ടാവും? നെഗറ്റീവ് അയൺ ഉണ്ടാവും. കാരണം ഈ 10,000 മോളിക്കൂളിനകത്തോട്ട് വെള്ളം ഒഴിക്കുമ്പോഴല്ലേടാ ഇതിന്റെ ബോണ്ട് പൊട്ടുന്നത്. അപ്പൊ ഈ 10,000 മോളിക്കൂളിന്റെ ബോണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ 10,000 Na+ഉം 10,000 Cl- ആണോ? അപ്പൊ പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ആയതിന്റെ എണ്ണം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ ആണോ? അപ്പം അതിനെ നമ്മൾ
ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് അതിനെ ഇലക്ട്രോലിറ്റിക് ഇക്വിലിബ്രിയത്തിലാണ് ആ ഇലക്ട്രോലൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം എന്താണ് ഇത് ഇലക്ട്രോലിറ്റിക് ഇക്വിലിബ്രിയത്തിലാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചോളാം. അതേപോലെ തന്നെ നോൺ ഇലക്ട്രോലൈറ്റിലാണെങ്കിൽ നോൺ ഇലക്ട്രോലൈറ്റിലാണെങ്കിൽ such as sugar solution, such as sugar solution, benzene, etc. There is no ionization. Ionization എന്ന് പറഞ്ഞാൽ ഡിസോസിയേറ്റ് ചെയ്യത്തില്ല, പൊട്ടത്തില്ല, അയോൺസ് ആയിട്ട് മാറത്തില്ല, അതുകൊണ്ടാണ് അയോണൈസേഷൻ ഇല്ല എന്ന് പറയുന്നത്. നോ അയോണൈസേഷൻ. അതുകൊണ്ട് തന്നെ അതിനകത്ത് ആര് മാത്രമേ കാണത്തുള്ളൂ? മോളിക്യൂൾസ് മാത്രമേ കാണത്തുള്ളൂ. ഇപ്പം നിങ്ങൾ ഷുഗർ എടുത്തിട്ട് അതിനകത്ത് വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് തന്നെ കാണത്തുള്ളൂ? ഷുഗർ മോളിക്യൂളും വാട്ടർ മോളിക്യൂളും മാത്രമേ കാണത്തുള്ളൂ. എന്ത് നടക്കത്തില്ല അവിടെ? സ്പ്ലിറ്റിംഗ് നടക്കത്തില്ല. മനസ്സിലായോ? അപ്പൊ അതിനകത്ത് മറ്റേതിനകത്താണെങ്കിലോ സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ അതിനകത്ത് അയോൺസ് മാത്രമേ കാണത്തുള്ളൂ. വീക്ക് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ അതിനകത്ത് കുറച്ച് അയോൺസും കാണും, കുറച്ച് മോളിക്യൂൾസും കാണും. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിച്ചാണ് അത് കേട്ടോ. അപ്പോൾ there is no ionization, so only molecules are present. Molecules are present. അടുത്തത് the degree of dissociation is the എന്താണ് degree of dissociation എന്ന് പറയുന്നത് എന്താ? അതാണ് പറയുന്നത് degree of dissociation is the extent to which an electrolyte dissociate or breaks up into ions. എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നിങ്ങൾ വെള്ളം ഒഴിക്കുന്ന അപ്പം തന്നെ പൊട്ടു. വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യും? വെള്ളത്തിനകത്തുള്ള ഓക്സിജൻ മോളിക്യൂൾ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് പോളാറാണ്. അപ്പം ആ ഓക്സിജൻ നെഗറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള പോസിറ്റീവ് ചാർജിനെ അങ്ങോട്ടും ഹൈഡ്രജൻ നെഗറ്റീവ് ചാർജിനെ അങ്ങോട്ടും വലിക്കും. അങ്ങനെ വലിഞ്ഞ് അത് പൊട്ടാൻ ഒരു സമയമുണ്ട്. ആ എക്സ്റ്റെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. എത്ര സമയം എടുത്താണ് അത് പൊട്ടുന്നത്? അതാ എക്സ്റ്റെന്റ്. എത്ര സമയം എടുക്കും എക്സ്റ്റെന്റ്? അതിനെയാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടുതലാന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? പൊട്ടാൻ ഒത്തിരി താമസം ഉണ്ടല്ലോ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കുറവാന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? പെട്ടെന്ന് പൊട്ടുവന്നു. ഓക്കെ ആണല്ലോ, മനസ്സിലായോ? ഓക്കെ, ഇതിന്റെ ഒരു പ്രശ്നം ഉണ്ടെന്നറിയാം. നമ്മൾ അത് ഞാൻ എഴുതുന്നില്ല. അറീനിയസ് കൺസെപ്റ്റ് പറയുന്നത്, അറീനിയസ് പറയുന്നത് എന്താണെന്നറിയാമോ? വെള്ളം ഒഴിക്കുന്നത് കൊണ്ടാണ് ഇലക്ട്രോലൈറ്റ് കണ്ടക്ടിങ് പ്രോപ്പർട്ടിയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞത്. സോളിഡ് സ്റ്റേറ്റിൽ എന്ത് ചെയ്യത്തില്ല? കണ്ടക്ട് ചെയ്യത്തില്ല. വെള്ളമാണ് അതിന് കാരണം എന്നാണ് പറഞ്ഞത്. പക്ഷെ മോഡേൺ കൺസെപ്റ്റ് പറയുന്നത് എന്താണെന്നറിയാമോ? സോളിഡ് സ്റ്റേറ്റിലും കണ്ടക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ സോളിഡ് സ്റ്റേറ്റിൽ ഇവർ തമ്മിൽ ഭയങ്കര സ്ട്രോങ് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നുള്ളതുകൊണ്ട് അവർ തമ്മിൽ എന്താ ഭയങ്കര സ്ട്രോങ് അട്രാക്ഷനിലായിരിക്കുന്നത്. അപ്പൊ ഈ അയോൺസിന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കണ്ടക്ട് ചെയ്യാത്തത്. വാട്ടർ ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വാട്ടർ ഇവന്മാരെ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ വാട്ടർ പിന്നെ ബ്രേക്ക് ചെയ്യുന്ന പറയുമ്പോൾ വാട്ടറിനകത്തുള്ള ഓക്സിജനും ഇവിടെ ഉള്ള പോസിറ്റീവ് ആയിട്ടുള്ള ആളും കൂടെ എന്ത് ചെയ്യും? അങ്ങോട്ടേക്ക് വലിവും അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ ഇത് തമ്മിലുള്ള ബോണ്ട് പൊട്ടുമെന്നാണ് പറയുന്നത്. അപ്പം അതിന്റെ റീസൺ പക്കയായിട്ട് മോഡേൺ തിയറിയാ പറയുന്നത്. മനസ്സിലായി? അറീനിയസ് പറയുന്നത് എന്താ? വാട്ടർ അയണൈസസ് ഇലക്ട്രോൺ. വാട്ടർ ആണ് ഇവരെ അയോണൈസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതിന്റെ യഥാർത്ഥ റീസൺ പറയുന്നത് വാട്ടർ ഒഴിക്കുന്നു, അയണൈസ് ചെയ്യുന്നു. പക്ഷെ മോഡേൺ കൺസെപ്റ്റിലായിട്ടാണ് പറയുന്നത് വാട്ടർ ഒഴിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? വാട്ടർ ഒഴിക്കുന്ന സമയത്ത് എന്താണ്? സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ ഉള്ള ഇവരുടെ സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതായത് Na പ്ലസും Cl മൈനസും തമ്മിലുള്ള ബോണ്ടിങ് ആണ് സോളിഡ് സ്റ്റേറ്റിൽ. അതെന്ത് ചെയ്യും? വാട്ടർ മോളിക്കൂൾ ഒഴിക്കുന്ന സമയത്ത് വാട്ടറിനകത്തെ ഓക്സിജനും ഇവിടെ പോസിറ്റീവ് ആളും വാട്ടറിനകത്തെ നെഗറ്റീവ് ആയിട്ടുള്ള ആളും ഇവിടുത്തെ തിരിച്ച് ഓപ്പോസിറ്റ് ഫുള്ളായിരിക്കും. വാട്ടറിനകത്തെ നെഗറ്റീവും ഇവിടുത്തെ പോസിറ്റീവ് ആളും വാട്ടറിനകത്തെ പോസിറ്റീവും ഇവിടുത്തെ നെഗറ്റീവ് ആളും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാകും. അതിന്റെ ഭാഗമായിട്ട് ഇവർ തമ്മിലുള്ള ബോണ്ട് പൊട്ടുന്നു, അയോൺസ് ഫ്രീ ആവും, കണ്ടക്ട്. ഓക്കെ, ഇതാണ് അതിന്റെ വ്യത്യാസം. ഓക്കെ, ഇനി എഴുതേണ്ടത് അത് കഴിഞ്ഞു. അത് അതിന്റെ കൺസെപ്റ്റ് കഴിഞ്ഞു.
പിന്നെ ഞാൻ കണ്ടക്ഷൻ ഇൻ കോമ്പൗണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല, അത് ഞാൻ ജസ്റ്റ് എഴുതുന്നില്ല, ഞാൻ പറയാം. അതായത് ഇലക്ട്രോ വാലന്റ് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ എന്താ, അയോണിക് കോമ്പൗണ്ടുകളെയാണ് ഇലക്ട്രോ വാലന്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അതായത് NaCl, അതായത് Na+ഉം Cl- കൂടെ ബോണ്ട് ചെയ്തുണ്ടാകുന്ന കോമ്പൗണ്ടാണ് NaCl. അപ്പം അതൊരു ഇലക്ട്രോ വാലന്റ് കോമ്പൗണ്ട് അല്ലെങ്കിൽ അയോണിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ് അവിടെ അല്ലേ. അപ്പം അതിനകത്ത് ആ അയോൺസ് പോസിറ്റീവും നെഗറ്റീവും മോളിക്കൂളും തമ്മിലാണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അത് ഭയങ്കര സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനിലായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ ആണല്ലോ. എന്നാൽ വെള്ളം ഒഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? വെൻ ഇലക്ട്രോൺ ഒന്നെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനെ മെൽറ്റ് ചെയ്യുമ്പോഴോ എന്ത് സംഭവിക്കും? ഇപ്പൊ ഇത് Na+ഉം ഇത് Cl- ആണ്, ഇത് തമ്മിൽ സ്ട്രോങ് അട്രാക്ഷനിലായിരിക്കുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വെള്ളത്തിനകത്തുള്ള ആൾക്കാർ ഇവരുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ വലിച്ച് ഇത് പൊട്ടിക്കും. അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുന്നില്ല, ഇതിനെ മോൾട്ടൺ സ്റ്റേറ്റ് ഉരുക്കുവാണെങ്കിലോ, ചൂടാക്കുവാണെങ്കിലോ, ചൂടാക്കി ഇതിനെ ഉരുക്കുവാണെങ്കിലോ എന്ത് സംഭവിക്കും? ഈ ബോണ്ടിങ് പൊട്ടും. അങ്ങനെയാണ് ഇത് ഫ്രീ ആവുന്നത്. സോളിഡ് സ്റ്റേറ്റിൽ എന്താ, ഈ പോസിറ്റീവ് നെഗറ്റീവ് ആണ് തമ്മിൽ ഭയങ്കര സ്ട്രോങ് അട്രാക്ഷൻ. അതാണ് അതിന്റെ കാരണം. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പൊ ഒരു ഡോട്ട് ഇട്ട് ഒരു കാര്യം കൂടെ എഴുതാം. അയോണിക് കോമ്പൗണ്ട് മാത്രമാണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞത് ഇല്ലേ, ഇലക്ട്രോ വാലന്റ് കോമ്പൗണ്ട്. കാരണം എന്താ, വാട്ടർ ഒഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഫ്യൂസ് ചെയ്യുന്ന സമയത്തോ അതിന്റെ ബോണ്ട് പൊട്ടി അയോൺസ് ആയിട്ട് ഫോം ചെയ്യും. എന്നാൽ കോവാലന്റ് കോമ്പൗണ്ടിൽ ചില ആൾക്കാരും കറണ്ട് കണ്ടക്ട് ചെയ്യും. കോവാലന്റ് കോമ്പൗണ്ടിൽ അയോൺസ് ഇല്ല, അയോണുകളില്ല. Na+ഉം Cl- തമ്മിൽ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്ന പോലെയല്ല കോവാലന്റ് ബോണ്ടിൽ ഫോം ചെയ്തിരിക്കുന്നത്. കോവാലന്റ് ബോണ്ടിന്റെ കോമ്പൗണ്ടിന്റെ ഒരു എക്സാമ്പിൾ ആണ് HCl. ഒരിക്കലും H+ഉം Cl- കൂടെ അല്ല ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്, ഷെയർ ചെയ്താണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. ഞാനത് പറഞ്ഞു തരാം. ഇപ്പൊ എന്നയുടെ ഔട്ട് ഇത് എഴുതണ്ട, മനസ്സിലാവാൻ വേണ്ടി പറയാണ്. എന്നയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281. അപ്പൊ എന്നയുടെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ എന്നെ വെച്ചിട്ട് ഔട്ടർ ഷെല്ലിൽ 1, Cl-ന്റേത് 287. ഓക്കെ. അപ്പൊ അവരുടെ കോൺഫിഗറേഷൻ വരയ്ക്കുന്ന സമയത്ത് ഡോട്ട് സ്ട്രക്ചർ വരയ്ക്കുന്ന സമയത്ത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 എണ്ണം. ഇവർ തമ്മിൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഇവന് സ്റ്റേബിൾ ആവാൻ ഒരെണ്ണം കൊടുക്കണം, ഇവന് സ്റ്റേബിൾ ആവാൻ ഒരെണ്ണം വാങ്ങണം. രണ്ടുപേരും അടുത്തടുത്ത് വരുമ്പോൾ കൊടുക്കലും വാങ്ങലും വേണ്ട താല്പര്യപ്പെട്ട ആൾക്കാരെ. അപ്പൊ ഇവന്റെ ഈ ഒരു ഇലക്ട്രോൺ ഇവൻ ഇങ്ങോട്ട് കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും, ഇവർ തമ്മിൽ ചേർന്നിരിക്കണം. ചേർന്നിരിക്കുമ്പോൾ ഇവൻ ഇലക്ട്രോൺ പോയത് കൊണ്ട് തന്നെ ഇവൻ പോസിറ്റീവ് ചാർജ്. അപ്പൊ ഇവൻ ഹാപ്പി. പിന്നെ ഇവന്റെ 2 8 ഇലക്ട്രോണേ ഉള്ളൂ, അവൻ സ്റ്റേബിൾ ആണ്. അത് എന്ത് ചെയ്യും, Cl- Cl ഇപ്പൊ എത്ര ഇലക്ട്രോൺ കിട്ടി? 1 2 3 4 5 6 7 ഉള്ളായിരുന്നു. ഇപ്പൊ ഇപ്പുറത്തെ ഒരു ഇലക്ട്രോൺ കൂടെ കിട്ടിയപ്പോൾ ഒരു ഇലക്ട്രോൺ കിട്ടി. അത് എന്താ, ബ്രാക്കറ്റ് ആയിട്ട് എഴുതിയിട്ട് ഇവിടെ ഒരു മൈനസ്, ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ കിട്ടിയുണ്ട് മൈനസ്. ഇതിനെയാണ് നമ്മൾ NaCl എഴുതുന്നത് അല്ലെങ്കിൽ NaCl. ശരിക്കും Na+ ബോണ്ടഡ് വിത്ത് Cl- എന്നായിരുന്നു എഴുതുന്നത്. ഇതായിരുന്നു ശരിക്കും സ്ട്രക്ചർ. പക്ഷെ നമ്മൾ എന്ത് എഴുതുന്നില്ല, പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞ സാധനം എഴുതുന്നില്ല. പക്ഷേ HCl-നകത്തോ, HCl-ന്റെ ഈ പറഞ്ഞ പോലെ HCl-ന്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. അപ്പൊ HCl-ന്റെ ഡോട്ട് സ്ട്രക്ചർ ഇതാണ്. Cl-ന്റേത് വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ എന്താ, അതായത് 2 8 7 ആണ്. ക്ലോറിൻ സ്റ്റേബിൾ ആവാൻ ഒരെണ്ണം വേണം, ഹൈഡ്രജന് സ്റ്റേബിൾ ആകാൻ ഇവിടെ ഒരെണ്ണം വേണം. കൊടുക്കാൻ പറ്റത്തില്ല. ഹൈഡ്രജന്റെ ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ ഹൈഡ്രജൻ കൊടുക്കൂ. ഹൈഡ്രജന്റെ ഒരെണ്ണേ ഉള്ളൂ, ആ ഒരു ഇലക്ട്രോൺ ഹൈഡ്രജൻ കൊടുക്കാൻ പറ്റുമോ? ഹൈഡ്രജൻ അപ്പൊ എക്സിസ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ ഇവർ എന്ത് ചെയ്യുന്നറിയാമോ? രണ്ടു നോക്കിയോ, അപ്പോഴും ഇവര് തമ്മിൽ 1 2 3 4 5 6 7 പ്ലസ്. അപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ, ഈ ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോണിനെ അവിടെ തന്നെ നിർത്തിയിട്ട് ക്ലോറിൻ ഷെയർ ചെയ്ത് മേടിക്കും. കണ്ടോ, ഇങ്ങനെ ഒരു ബോണ്ട് വലിക്കും. കണ്ടോ, ഇപ്പൊ എത്രയായി ക്ലോറിൻ? 8. ഹൈഡ്രജൻ ഇപ്പൊ എത്രയായി? 2. ഹൈഡ്രജൻ 2 വരുന്നോ വന്നാലല്ലേ സ്റ്റേബിൾ ആകത്തുള്ളായിരുന്നു. ഇത് ഇവിടെ കണ്ടോ, പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് ഉണ്ടായോ? ഇലക്ട്രോണെ കൊടുക്കുകയോ വാങ്ങിക്കുകയോ ചെയ്തോ? ഹൈഡ്രജൻ ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുത്തോ? ക്ലോറിൻ വാങ്ങിച്ചോ? ഇല്ല. പകരം അവിടെ തന്നെ വെച്ചിട്ട് ഷെയർ ചെയ്യുകയോ ചെയ്തത്. അപ്പൊ ഇവിടെ അയോൺസ് ഇല്ല. അയോൺസ് ഇല്ലെങ്കിൽ ഇതിനകത്ത് കറണ്ട് കണ്ടക്ട് ചെയ്യത്തില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു നിയമം. പക്ഷെ ഇവർ കറണ്ട് കണ്ടക്ട് ചെയ്യും ചെറിയ രീതിയിൽ. കാരണം എന്താണെന്നറിയാമോ, ഇതിനകത്ത് ഹൈഡ്രജനും ക്ലോറിൻ തമ്മിലുള്ള ബോണ്ട് ആണ് അതിന് കാരണം. HCl-നകത്ത് ക്ലോറിൻ നല്ല ഇലക്ട്രോ നെഗറ്റീവാണ്. അപ്പൊ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്ന ഈ ഇലക്ട്രോണിനെ ഉണ്ടല്ലോ, ക്ലോറിന്റെ അടുത്തോട്ട് നീക്കി വെക്കും, ഇങ്ങനെ വെക്കും. അപ്പം ഓട്ടോമാറ്റിക്കലി ഹൈഡ്രജൻ കംപ്ലീറ്റ് ആയിട്ട് വിട്ടു കൊടുത്തില്ല, പക്ഷെ ഇത് ക്ലോറിന്റെ അടുത്തോട്ട് നീങ്ങി പോയതുകൊണ്ട് ഇലക്ട്രോണിനെ വാങ്ങുമ്പോൾ നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഇലക്ട്രോണിനെ അടുത്തോട്ട് നീക്കി വെക്കുമ്പോൾ ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഇവിടെ ഒരു സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഇവിടെ പോളാർ നേച്ചർ വന്നു. അതായത് ഇത് ഓൾറെഡി പോളാറാണ്, പോസിറ്റീവ് നെഗറ്റീവ് വന്നു, പൊളാരിറ്റി വന്നു. അപ്പൊ ഇവിടെ സ്ലൈറ്റ്ലി പോളാർ നേച്ചർ വന്നു. അപ്പോഴും എന്ത് ചെയ്യും, കണ്ടോ, കറണ്ട് കണ്ടക്ട് ചെയ്യാൻ കഴിവുണ്ടാവും. മനസ്സിലായി? ഈ രീതിയിലാണ്. അപ്പൊ അതാണ് അവിടെ അതിനകത്തൊക്കെ പറയുന്നത്. ഇതേപോലെ തന്നെ ഉള്ള ആളാണ് HCl, NH3, H2O. ഇവരെല്ലാം എന്ത് ചെയ്യും, കറണ്ട് കണ്ടക്ട് ചെയ്യും. ഈ രീതിയിലാണ്. അയോണിക് അല്ല അവർ കോവാലന്റ് ആണ്, പക്ഷെ കറണ്ട് കണ്ടക്ട് ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇത് എഴുതുന്നില്ല, ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി എഴുതുക ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രോലിസിസ്.
ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രോലിസിസിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ an electrolyte causes എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിസിറ്റി അയോൺ ഇലക്ട്രോലൈറ്റിനകത്ത് പാസ് ചെയ്താൽ എന്ത് സംഭവിക്കും? അയോൺസ് ആയിട്ട് മാറും അല്ലേ? അപ്പൊ എന്താ causes the positive and negative ions. പോസിറ്റീവ് അയൺ എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്? നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോഡിലോട്ടും. നെഗറ്റീവ് അയൺ എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്? പോസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോഡിലേക്ക്. അപ്പം സോ പോസിറ്റീവ് അയോൺ അതായത് കാറ്റയോൺ മൈഗ്രേറ്റ് എവിടോട്ടാണ് പോകുന്നത്? മൈഗ്രേറ്റ് ടുവേർഡ്സ് എന്തായിരിക്കും? ടുവേർഡ്സ് അറേത്തോട്ടായിരിക്കും പോകുന്നത്. അതായത് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ കാറ്റയോൺ എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്? കാറ്റയോൺ പോകുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ആളുടെ അടുത്തോട്ട്, കാഥോഡിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, പോസിറ്റീവ് അയൺ മൈഗ്രേറ്റ് ടുവേർഡ്സ് കാഥോഡ്. കാറ്റയോൺ കാഥോഡിലോട്ട് പോകുന്നു നോർത്താണ്, കാക്ക നോർത്താണ് കാഥോഡ്. ആൻഡ് നെഗറ്റീവ് അയോൺസ് മൈഗ്രേറ്റ് ടുവേർഡ്സ് ആനോഡ്. അതായത് ആനയോൺ മൈഗ്രേറ്റ് ടുവേർഡ്സ് ആനോഡ്. രണ്ടാമത്തേത് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഗെയിൻഡ് ബൈ ആനോഡ് ഈസ് ഈക്വൽ ടു number of electron lost by cathode. അല്ലെങ്കിൽ ലോസ്റ്റ് എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റ് ഗിവൺ എന്ന് കൊടുത്തു. ലോസ്റ്റ് എന്ന് കൊടുത്താലേ മനസ്സിലാക്കുള്ളൂ. പക്ഷെ കാഥോഡ് ഇലക്ട്രോൺ കൊടുക്കുക. അതായത് ഇവിടെ ഒരു കാര്യം നോക്കിയോ, ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇത് ആനോഡാന്ന് വിചാരിക്കാം. എല്ലാവരും ശ്രദ്ധിക്കണേ, ഇത് ആനോഡും ഇത് കാഥോഡും ആണെന്ന് വിചാരിക്കാം. നമുക്കറിയാം ആനോഡിന് പോസിറ്റീവ് ചാർജ്, കാഥോഡിന് നെഗറ്റീവ് ചാർജ്. ഇവിടെ സോഡിയവും ക്ലോറിനും ആണെന്ന് വിചാരിച്ചു. ഇതിൽ ആരെങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്? പോസിറ്റീവ് ആയിട്ടുള്ള ആള് നെഗറ്റീവ് ആയിട്ടുള്ള ആളിലേക്ക് പോകും. അപ്പൊ എന്ത് ചെയ്യുമെന്നറിയോ? Na+ ഇവിടെ വരണമെങ്കിൽ എന്ത് ചെയ്യാമെന്നറിയോ? ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഈ കാഥോഡിന്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോൺ വാങ്ങണം. Na+ ഒരു ഇലക്ട്രോണെ വാങ്ങിയിട്ട് Na ആയിട്ടായിരിക്കും ഇവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യുക. ആറ്റമായിട്ടല്ലേ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ക്ലോറിൻ ഇവിടെ പോയി പറ്റി പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതായത് ഈ ഇലക്ട്രോണിനെ ഇവിടെ കൊടുക്കണം. അതാ പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഗെയിൻഡ് ബൈ ആനോഡ്. ആനോടൊപ്പം ഈ ക്ലോറിന്റെ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുക. കാഥോടൊപ്പം ഇലക്ട്രോണിനെ എന്ത് ചെയ്യുക? ഇവന് കൊടുക്കുക, ലോസ് ചെയ്യുക. മനസ്സിലായി? അപ്പൊ ഓർക്കണം, ഈ ആനയോൺ ഇങ്ങോട്ടേക്ക് പോയി പറ്റി പിടിക്കണേ എന്ത് ചെയ്യണം? Cl- ഇവിടെ പോയി Cl ആയിട്ട് ഇവിടെ പോയി പറ്റി പിടിക്കത്തുള്ളൂ. ശരിയല്ലേ? ശരിക്കും Cl2 ആയിട്ടാണ് വരുന്നത്. അത് അടുത്ത സെഷനിൽ പറഞ്ഞുതരാം. Cl ആ ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യാം? ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്തിട്ട് Cl ആയിട്ട് പോയി ഇവിടെ പറ്റി പിടിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ആനോഡ് എന്താ ചെയ്തത്? ആനോഡ് ഈ Cl നിന്ന് ഒരു ഇലക്ട്രോണിനെ വാങ്ങി. അപ്പൊ അതാ പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഗെയിൻഡ് ബൈ ആനോഡ് ഈസ് ഈക്വൽ ടു നോക്കിയേ നമ്പർ ഓഫ് ഇലക്ട്രോൺ ലോസ്റ്റ് അല്ലെങ്കിൽ ഗിവൺ ബൈ കാഥോഡ്. ഇവിടെ സോഡിയത്തിന് ഒരു ഇലക്ട്രോൺ, ഈ ഒരു ഇലക്ട്രോൺ ആരാ കൊടുത്തത്? കാഥോഡാണ്. അപ്പം ആനോഡ് ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്തെങ്കിൽ കാഥോഡ് ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അതവിടെ പറയുന്നത്. അപ്പൊ രണ്ടും ഒന്നാ, ശരിയല്ലേ? ഒരെണ്ണം കൊടുത്തെങ്കിൽ ഒരെണ്ണം അവിടെ എന്ത് ചെയ്യും? മേടിക്കും. രണ്ടെണ്ണം കൊടുത്തെങ്കിൽ രണ്ടെണ്ണം മേടിക്കും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നോക്കിയോ, അടുത്തത് നോക്കിയോ, മൂന്നാമത്തേത് നോക്കിയോളൂ. The product of electrolysis are formed. ഇത് ഓൺലൈൻ ഇരിക്കുന്നവർക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. നമുക്ക് ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോലിസിന്റെ റിയാക്ഷൻ എഴുതുമ്പോഴേ കുറച്ചുകൂടെ മനസ്സിലാവും. കുറച്ചുകൂടെ നല്ലതായിട്ട്. അപ്പം the product of electrolysis formed at anode and cathode. Itself exchange itself
electrolysis performed at the cathode itself since the exchange since the exchange of electron takes place of electron takes place only at the surface of the electron. അതായത് ഇലക്ട്രോളിസിസ് the product of electrolysis formed at anode and cathode itself since the exchange of electron takes place at the surface of electrode. നമ്മളിപ്പോ പറഞ്ഞ എന്തുവാ, ക്ലോറിൻ പോയിട്ട് ആനോഡിൽ പോയിട്ട് ഒരു ഇലക്ട്രോണിനെ ആനോഡിൽ കൊടുത്തിട്ട് അവിടെ പോയിട്ട് അതിന്റെ സർഫസിൽ പോയി പറ്റിപ്പിടിച്ചു. സോഡിയം പോയിട്ട് എന്ത് ചെയ്തു, കാഥോഡിൽ നിന്ന് ഒരു ഇലക്ട്രോണെ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്തു, അവിടെ പോയി പറ്റിപ്പിടിച്ചു. അപ്പൊ കാഥോഡ് ഒരു ഇലക്ട്രോണെ നഷ്ടപ്പെടുത്തി, ആനോഡ് ഇവിടുന്ന് ഒരു ഇലക്ട്രോണെ വാങ്ങിച്ചു. മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം നടക്കുന്ന എവിടെ ആയിരിക്കും? ആ ഇലക്ട്രോഡിന്റെ സർഫസിലായിരിക്കും നടക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. തെറ്റാണ്. ഓക്കെ, അടുത്തത് മൂന്നാമത്തേത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അടുത്ത മൂന്നാമത്തെ നാലാമത്തെ അല്ലേ, നാലാമത്തെ എഴുതേണ്ടത് ഒള്ളി. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഓർത്ത് വെച്ചേക്കണം. ഒള്ളി ഹൈഡ്രജൻ ഗ്യാസ് ആൻഡ് മെറ്റൽസ് liberated at cathode hence are called electropositive elements എന്ന്. അതായത് ഹൈഡ്രജനും മെറ്റലും മാത്രമേ കാഥോഡിൽ ലിബറേറ്റ് ചെയ്യത്തുള്ളൂ, കാഥോഡിൽ പോകത്തുള്ളൂ. നോൺ മെറ്റൽസ് ഒന്നും ഇല്ല. നോക്കിയേ, ഏതാ കാഥോഡിൽ പോയെ? NaCl. എന്നെ പോയത്. എന്നെ എന്താ? എന്നെ ഒരു മെറ്റൽ. ഇനി ഹൈഡ്രജൻ ആണ് അതിനകത്തുള്ളെങ്കിൽ ഹൈഡ്രജൻ ആയിരിക്കും കാഥോഡിൽ പോകുന്നത്. ആനോഡിൽ എന്തുവാ പോയത്? Cl എന്താ? Cl ഒരു നോൺ മെറ്റൽ. അപ്പൊ നോൺ മെറ്റൽ എപ്പോഴും ആനോഡിലായിരിക്കും പോകുന്നത്. അതും കൂടെ എഴുതിക്കോ. ഒള്ളി നോൺ മെറ്റൽ ആർ liberated at the anode and are called electronegative element. ഇനി ഇപ്പൊ പറയാൻ പോകുന്ന പോയിന്റ്, ആറാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നോക്കി, ഈ ആറാമത്തെ പോയിന്റ് ഇമ്പോർട്ടന്റ്, നാലാമത്തെ പോയിന്റ് ഇമ്പോർട്ടന്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ആറാമത്തെ പോയിന്റ് പറയുന്നതെന്നറിയോ, ആനോഡിലും കാഥോഡിലും മെറ്റലും നോൺ മെറ്റലും ഡെപ്പോസിറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്, അല്ലേ? അവിടെ പോയി പറ്റി പിടിക്കുകയാണ്. ആ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമ്മൾ അതിലൂടെ കടത്തി വിടുന്ന കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കൂടുതൽ ഇലക്ട്രിസിറ്റി ആ ഇലക്ട്രോലൈറ്റിനകത്തൂടെ കടത്തി വിട്ടു കഴിഞ്ഞാൽ കൂടുതൽ മെറ്റലും നോൺ മെറ്റലും എന്ത് ചെയ്യും, അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. ഇത് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര് ഫാരഡി. അതുകൊണ്ട് തന്നെ ഈ ലോയിനെ പറയുന്നത്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ലോയിനെ പറയുന്ന പേര് ഫാരഡീസ് ലോ ഓഫ് ഇലക്ട്രോലിസിസ്. ഓക്കെ ആണല്ലോ? ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? ദ മാസ് ഓഫ് സബ്സ്റ്റൻസ് produced at an electrode during electrolysis is proportional to the quantity of electricity passing through the electrolyte. ഇതിനെ നമ്മൾ പറയുന്ന പേര് ഫാരഡീസ് ലോ ഓഫ് ഇലക്ട്രോലിസിസ്. ഫാരഡീസ് ലോ ഓഫ് ഇലക്ട്രോലിസിസ്.
അപ്പൊ ഈ ഇലക്ട്രോളിസിസ് ഒരു റെഡോക്സ് റിയാക്ഷനാണ് അല്ലെന്ന് പറയാൻ പറ്റുമോ? കാരണം എന്താ? ഒരിടത്ത് ഇലക്ട്രോൺ ലൂസ് ചെയ്യുക, ഒരിടത്ത് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുക. ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ റിഡക്ഷൻ അല്ലേ? രണ്ടും നടക്കുന്ന റിയാക്ഷൻ നമ്മൾ എന്താണെന്നാ പറയുന്നത്? റെഡോക്സ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ദ പ്രോസസ് ഓഫ് ഇലക്ട്രോലിസിസ് ഈസ് എ redox reaction. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. NaCl നമ്മൾ എടുക്കുന്നു, ഓക്കെ ആണല്ലോ. NaCl നമ്മൾ എടുക്കുന്നു, അക്വസ് ആണ് എടുത്തിരിക്കുന്നത്. അതിനകത്തൂടെ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് സ്പ്ലിറ്റ് ആവുമല്ലോ. എങ്ങനെ ആവും? Na പ്ലസ് ആയിട്ടും Cl മൈനസ് ആയിട്ടും ആ ഇലക്ട്രോലൈറ്റിനകത്ത് കാണും. ഈ Na പ്ലസ് എങ്ങോട്ടേക്ക് പോകും? ആ മുക്കി വെച്ചിരിക്കുന്ന കാഥോഡിലോട്ട് പോകും. Cl മൈനസ് എങ്ങോട്ട് പോകും? ആനോഡിലോട്ട് പോകും. എങ്ങനെയാ പോകുന്നതെന്ന് അറിയാം, നോക്കിയോ. അറ്റ് കാഥോഡിൽ എന്താ സംഭവിക്കുന്നത്? കാഥോഡിൽ നമുക്ക് നോക്കാം. കാഥോഡിൽ ഇതിനകത്ത് ആരായിരിക്കും പോകുന്നത്? Na. കാരണം കാഥോഡിൽ നെഗറ്റീവ് ചാർജാണ്, പോസിറ്റീവ് ആയിട്ടുള്ള ആളാണ് പോകുന്നത്. അപ്പൊ നോക്കിയോ, അറ്റ് കാഥോഡിൽ Na പ്ലസ് എന്ത് ചെയ്യുന്നറിയാമോ? കാഥോഡിൽ നിന്ന് ഒരു ഇലക്ട്രോണെ വാങ്ങിയിട്ട് എന്തായിട്ട് പോകും? Na ആയിട്ട് അവിടെ പോയി പറ്റിപ്പിടിക്കും. കാരണം ഒരിക്കലും അയോൺ ആയിട്ട് പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്താവണം? അയോൺ എന്തായിട്ട് മാറണം? ആറ്റം ആയിട്ട് മാറണം, ന്യൂട്രൽ ആറ്റം ആയിട്ട് മാറണം. അപ്പം നോക്കിയോ, ഇവിടെ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ അല്ലേ നടന്നത്? അപ്പൊ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഗെയിൻ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? റിഡക്ഷൻ. ഇനിയും ആനോഡിൽ എന്താ സംഭവിക്കുന്നത്? ആനോഡിൽ എന്താ സംഭവിച്ചത്? Cl മൈനസ് ആനോഡിൽ പോകും. ഓക്കെ, എങ്ങനെ പോകും? Cl മൈനസ് എന്തായിട്ടേ പറ്റത്തുള്ളൂ? Cl മൈനസ് Cl ആയിട്ട് പോയിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരിക്കും Cl അല്ല, Cl2 ആ. ക്ലോറിൻ എങ്ങനെ ആയിരിക്കുന്നത്? ക്ലോറിൻ Cl2 ആയിട്ടായിരിക്കുന്നത്. പക്ഷെ നമ്മൾ പറയുമ്പോൾ ആദ്യം ഇങ്ങനെ എഴുതണം, Cl മൈനസ് ഒരു ഇലക്ട്രോണിനെ ആർക്ക് ലൂസ് ചെയ്ത് കൊടുക്കും? ആനോഡിന് കൊടുക്കും അല്ലേ? എന്നിട്ട് അത് എന്തായിട്ട് മാറും? Cl ആയിട്ട് മാറും. ഇവിടെ ലോസ് ഓഫ് ഇലക്ട്രോൺ നടന്നു, ഇവിടെ എന്താ? ഓക്സിഡേഷൻ ആണല്ലോ. എന്നാൽ ഇത് രണ്ടെണ്ണം നടക്കും. എന്താ? അതായത് ഒരു Cl മൈനസ് ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് Cl ആവുമ്പോൾ തന്നെ വേറൊരു Cl കൂടെ ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്ത് Cl, എന്നിട്ട് ആ രണ്ട് Cl കൂടെ ചേർന്നിട്ട് Cl2 ആയിട്ട് മാറും. മനസ്സിലായോ? കാരണം Cl ഒരിക്കലും Cl ആയിട്ടിരിക്കത്തില്ല, Cl2 ആയിട്ടേ ഇരിക്കത്തുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ Cl മൈനസ് ഇവിടെ അപ്പം എന്ത് ചെയ്താൽ മതി? ഈ ഫോം ചെയ്ത ഒരു Cl-ഉം ഈ ഫോം ചെയ്ത വേറൊരെണ്ണം, അതായത് രണ്ട് റിയാക്ഷൻ നടന്നു ആലോചിക്കുക. അതായത് രണ്ട് Cl മൈനസ് ഒരുപോലെ എന്ത് ചെയ്യും? എവിടോട്ട് പോകും? ആനോഡിലേക്ക് പോകും. അപ്പൊ അടുത്തൊരു Cl മൈനസ് എന്ത് ചെയ്തു? ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്തിട്ട് Cl ആയി. ഈ Cl പ്ലസ് Cl ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Cl2 കിട്ടും. അപ്പം ആ കാഥോഡെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മെറ്റലിന്റെ പേരെന്താ? സോഡിയം മെറ്റൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. കണ്ടോ, കാഥോഡിൽ ഡെപ്പോസിഷൻ നടന്ന ഇതാണ്. ആനോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മെറ്റലിന്റെ നോൺ മെറ്റലിന്റെ പേരെന്താ? ക്ലോറിൻ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ക്ലിയർ ആണ്? ഒരു കാര്യം കൂടി എഴുതാം. ഓക്കെ, എട്ടാമത്തെ ഒരു പോയിന്റ് കൂടെ എഴുതിക്കോ. എട്ടാമത്തെ പോയിന്റ് ദ ആൾട്ടർനേറ്റിംഗ് കറണ്ട്. നമ്മളിപ്പം ഈ ഇലക്ട്രോലിസിസിനകത്ത് അല്ലെങ്കിൽ ഈ ഇലക്ട്രോലൈറ്റിനകത്തൂടെ കറണ്ട് കടത്തിവിടാൻ എന്തോ ഉപയോഗിച്ചേ? ഈ ഇലക്ട്രോലൈറ്റിനകത്തൂടെ കറണ്ട് കടത്തിവിടാൻ നമ്മൾ എന്തിന്റെ സഹായം ഉപയോഗിച്ചേ? സെല്ലല്ലേ ഉപയോഗിച്ചത്? സെല്ലല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ കറണ്ട് കടത്തിവിടാൻ വേറെ എന്തും കൂടി ഉപയോഗിക്കാം. സെല്ലെന്ന് പറയുമ്പോൾ DC ഡയറക്റ്റ് കറണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്ലഗിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അതായത് ആ ഇലക്ട്രോണിന്റെ അറ്റത്ത് ഈ പ്ലഗിൽ നിന്ന് രണ്ട് കണക്ഷൻ എടുത്തിട്ട് ആ ഇലക്ട്രോണിന്റെ രണ്ടറ്റത്ത് കൊടുത്താൽ മതി. പക്ഷെ അപ്പം കൊടുക്കുന്ന എന്ത് കറണ്ട് അറിയോ? ആൾട്ടർനേറ്റ് കറണ്ട്. ആൾട്ടർനേറ്റ് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോലിസിസ് നടക്കത്തില്ല. ആൾട്ടർനേറ്റ് കറണ്ട് എപ്പോഴും പൊളാരിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കുറച്ച് നേരം ഇത് പോസിറ്റീവ് ആയിട്ട് നിർത്തും,
അത് കഴിഞ്ഞിട്ട് ഇത്, അപ്പൊ ഇത് പോസിറ്റീവ്, അതായത് ഒരു ഇലക്ട്രോണിനെ പോസിറ്റീവ് ഒരു ഇലക്ട്രോണിനെ നെഗറ്റീവ് ആയിട്ട് നിർത്തും. കുറച്ച് കഴിയുമ്പോൾ എന്താക്കി മാറ്റുമെന്നറിയോ? അതിനെ നേരെ തിരിക്കും, ഇതിനെ പോസിറ്റീവ് ഇതിനെ നെഗറ്റീവ് ആക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ നടക്കുമോ? നമ്മളിപ്പം ഈ Na+ അവിടെ പോയി പറ്റി പിടിച്ചതിന് കാരണം എന്താ? അത് കാഥോഡ് സ്ഥിരമായിട്ട് നെഗറ്റീവ് ചാർജ് ആണ്. Cl- ഇപ്പുറത്ത് പോയി പറ്റി പിടിച്ചതിന് കാരണം എന്താ? ആനോഡ് സ്ഥിരമായിട്ട് പോസിറ്റീവ് ചാർജ് ആണ്. AC ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ ആനോഡിനെയും കാഥോഡിനെയും ചാർജ് എപ്പോഴും എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും. അപ്പൊ ഈ റിയാക്ഷൻ എന്ത് ചെയ്യും? നടക്കത്തില്ല. അതായത് ഇലക്ട്രോളിസിസ് നടക്കത്തില്ല. പരീക്ഷയ്ക്ക് ചോദിക്കും, അതും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണല്ലോ? അപ്പം ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഡസ് നോട്ട് കോസ് any chemical change when passed through an electrolyte and therefore does not help electrolysis to occur. എന്നിട്ട് എഴുതുക താഴോട്ട്, എൻ്റെ താഴോട്ട് പോയിന്റ് ഒന്നും വേണ്ട. ഇലക്ട്രോലിസിസ് is caused by direct current. തെറ്റാണോ? ഓക്കെ, ഒരു കാര്യം കൂടെ എഴുതിക്കോ. ഇലക്ട്രോലിറ്റിക് ഡിസോസിയേഷൻ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇലക്ട്രോലിറ്റിക് ഡിസോസിയേഷനും അയോണൈസേഷനും തമ്മിലുള്ള വ്യത്യാസം മിഷേലിനോട് ചോദിക്കാം. എന്താ മിഷേലെ ഈ ഇലക്ട്രോലിറ്റിക് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാലും അയോണൈസേഷൻ എന്ന് പറഞ്ഞാലും? രണ്ടും ഒന്ന് തന്നെയല്ലേ? ഡിസോസിയേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ടിനെ പൊട്ടിച്ച് അയോൺ ആക്കുക. അയോണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അയോൺസ് ആക്കുക. അപ്പൊ അതെന്താ വ്യത്യാസം? എന്താ മിഷേലെ എന്ന് പറഞ്ഞേ? മിഷേലെ വ്യത്യാസം മിഷേലുണ്ടോ ഇവിടെ? എന്നാന്ന് പറഞ്ഞേ. വായിച്ചു പറയണ്ട, മനസ്സിലാക്കിയ കാര്യം പറഞ്ഞാൽ മതി. പറയാമോ? അറിയത്തില്ല എന്ന് പറയാൻ കേട്ടോ, കുഴപ്പമില്ല. അറിയത്തില്ല. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇലക്ട്രോലിറ്റിക് ഡിസോസിയേഷൻ നടക്കുന്നത്, ഞാൻ ബേസിക് ആയിട്ട് പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാനുള്ളത്. ആര് ചോദിച്ചാലും ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാൻ പറ്റുന്ന ഒറ്റ ആൻസർ ഉള്ളതെന്ന് പറയാം. ഇലക്ട്രോലിറ്റിക് ഡിസോസിയേഷൻ എന്ന് പറയുമ്പോൾ അയോണിക് കോമ്പൗണ്ടിനെ പൊട്ടിച്ച് അയോൺസ് ആക്കാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ അയോണിക് കോമ്പൗണ്ടിന്റെ ഡിസോസിയേഷനെയാണ് നമ്മൾ ഇലക്ട്രോലിറ്റിക് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. അയോണൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, പക്ഷേ കോവാലന്റ് കോമ്പൗണ്ട് എന്ന് നമ്മൾ പറഞ്ഞില്ല, HCl, അതായത് സ്ലൈറ്റ് പോസിറ്റീവ് ചാർജും സ്ലൈറ്റ് നെഗറ്റീവ് ചാർജും ഉള്ള ആൾക്കാര്, അവരെ പൊട്ടിച്ചിട്ട് അയോൺസ്, പ്യുവർലി അയോൺസ് ആക്കി മാറ്റാൻ വേണ്ടി പറയുന്ന കൺസെപ്റ്റ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അയോണൈസേഷൻ ആണ്. ഓക്കെ, അവർ അയോൺസ് അല്ല, അവർ ഓൾറെഡി സ്ലൈറ്റ് പോസിറ്റീവ് ചാർജും സ്ലൈറ്റ് നെഗറ്റീവ് ചാർജും അവർക്കുള്ളൂ. പക്ഷെ അവരെ നമുക്ക് എന്താക്കണം? കറണ്ട് കണ്ടക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സ്ലൈറ്റ് പോസിറ്റീവ് ചാർജും സ്ലൈറ്റ് നെഗറ്റീവ് ചാർജും കൊണ്ട് പറ്റത്തില്ല, അവരെ എന്ത് ചെയ്യണം? പൊട്ടിക്കണം. അപ്പൊ കോവാലന്റ് കോമ്പൗണ്ടുകളെ പൊട്ടിച്ച് അയോൺസ് ആക്കി മാറ്റുന്നതിന് നമ്മൾ അയോണൈസേഷൻ എന്നും, അയോണിക് കോമ്പൗണ്ടുകളെ പൊട്ടിച്ചിട്ട് അയോൺസ് ആക്കി മാറ്റുന്നതിന് നമ്മൾ ഇലക്ട്രോലിറ്റിക് ഡിസോസിയേഷൻ എന്നാണ് പറയുന്നത്. ഇതാ വ്യത്യാസം. ഇത്രയും വ്യത്യാസം മനസ്സിലാക്കി. രണ്ടും കെമിസ്ട്രി പഠിക്കുന്നവരേ ഉള്ളൂ ഇലക്ട്രോലിറ്റിക് ഡിസോസിയേഷനും അയോണൈസേഷനും തമ്മിൽ ചെറിയ ഡിഫറൻസ്. അല്ലാത്തവർക്ക് എന്താ? ഇലക്ട്രോലിക് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാലും അയോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അയോണൈസേഷൻ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? അയോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക.
നമ്മുടെ സ്പീഡും വെലോസിറ്റിയും പറയുന്ന പോലെ. സ്പീഡും എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടും ഫിസിക്സ് പഠിക്കാത്ത ആൾക്കാർക്ക് രണ്ടും സെയിമാണ്. എന്നാൽ ഫിസിക്സ് പഠിക്കുന്ന ആൾക്കാർക്ക് ഡയറക്ഷൻ ഉള്ള സ്പീഡിനെ നമ്മൾ വെലോസിറ്റി എന്ന് പറയും. സ്പീഡിന് എന്തില്ല, ഡയറക്ഷൻ ഇല്ല. പക്ഷെ വെലോസിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇപ്പം ഉദാഹരണം പറയാം, ഒരു മാടക്കടയിൽ മുറുക്കാൻ വിറ്റുകൊണ്ടിരിക്കുന്ന അപ്പച്ചൻ മുറുക്കാൻ വിറ്റുകൊണ്ടിരിക്കുക, ഒരു പയ്യൻ അടിച്ചു വിട്ടുപോയി. എന്തോ പറയണ്ട പുള്ളി, യു വാച്ചർക്ക് എന്നാ സ്പീഡിലാണ് പോകുന്നതെന്നല്ലേ പറയുന്നത്. ശരിക്കും ആ പ്രയോഗം തെറ്റാ. ആ പയ്യൻ എന്തോ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലാണ് പോകുന്നത്. അവൻ എന്നാ വെലോസിറ്റിയിൽ പോകുന്നെന്ന് വേണമായിരുന്നു അപ്പച്ചൻ പറയാൻ. പക്ഷെ അപ്പച്ചൻ അങ്ങനെ പറയുമോ? ഇനി ഫിസിക്സ് പഠിച്ച ആരോട് പറയുകയാണെങ്കിലും ആരോട് എന്ത് തന്നെ പറയുന്നത്, എന്നാ സ്പീഡിലാവും പോകുന്നത് എന്നല്ലേ പറയുന്നത്. പക്ഷെ അവിടെ ഉപയോഗിക്കേണ്ട പ്രയോഗം എന്താ, വെലോസിറ്റിയാണ്. അപ്പൊ അതാണ് ആ വ്യത്യാസം. അതേപോലെ തന്നെ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ, എന്താ, ഇലക്ട്രോലൈറ്റിക് ഡിസോസിയേഷൻ, അയണൈസേഷൻ. ഓക്കെ. കോവാലന്റ് ബോണ്ടുകളെ പൊട്ടിച്ച് അയോൺസ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അയണൈസേഷൻ. അയോണിക് ബോണ്ടുകളെ പൊട്ടിച്ച് അയോൺസ് ആക്കാൻ ഉപയോഗിക്കുന്നത് എന്താ, ഇലക്ട്രോലൈറ്റിക് ഡിസോസിയേഷൻ. അഭിനവിന് മനസ്സിലായോ? അഭിനവ് അല്ല, എന്തോ മനസ്സിലാവാത്തെ? ഇത് ഈ സിനിമാ കഥ കേട്ടോണ്ടിരിക്കില്ല, അറിയാത്ത കാര്യങ്ങൾ ചോദിക്കണം അപ്പൊ തന്നെ. എനിക്ക് ഇതെങ്ങനെ എത്ര ക്ലിയർ ആയി മനസ്സിലായില്ല. ഏതാ മനസ്സിലാവാത്തെ? ഡിഫറൻസ്. അതായത് അയോണിക് കോമ്പൗണ്ട് എന്താണെന്ന് അറിയാമോ? NaCl, അതായത് Na+ഉം Cl- തമ്മിൽ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇവനെ NaCl എന്ന് പറയുന്നു, അയോണിക് കോമ്പൗണ്ട് എന്ന് പറയുന്നു. കോവാലന്റ് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് വാങ്ങിച്ചില്ല. പക്ഷേ ഇലക്ട്രോനെഗറ്റിവിറ്റി കാരണം ഇത് അടുത്തോട്ട് നീങ്ങിയിരിക്കുമ്പോൾ ഒരു സ്ലൈറ്റ് പോസിറ്റീവ് ചാർജും സ്ലൈറ്റ് നെഗറ്റീവ് ചാർജും ഡെവലപ്പ് ചെയ്യും. ഇതാണ് കോവാലന്റ് കോമ്പൗണ്ട്. കോവാലന്റ് കോമ്പൗണ്ടും പോളാർ നേച്ചർ കാണിക്കുന്ന കോമ്പൗണ്ടുകളുണ്ട്, എന്നാൽ പോളാർ നേച്ചർ കാണിക്കാത്ത കോമ്പൗണ്ടുകളും ഉണ്ട്. അയോണിക് കോമ്പൗണ്ടിനെ പൊട്ടിക്കുന്ന പ്രയോഗം ഇലക്ട്രോലൈറ്റിക് ഡിസോസിയേഷൻ. കോവാലന്റ് കോമ്പൗണ്ടിനെ പൊട്ടിച്ച് പ്യൂർലി H+ഉം Cl- ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അയോണൈസേഷൻ എന്ന് പറഞ്ഞു. ഇത്രയും വ്യത്യാസമുണ്ട്. ഇത് മനസ്സിലായില്ലേ? ഇത് മനസ്സിലാകാത്തതിന് കാരണം എന്താണെന്നറിയോ, അയോണിക് കോമ്പൗണ്ട് എന്താ, കോവാലന്റ് കോമ്പൗണ്ട് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഇത് മനസ്സിലായി. ഇതൊക്കെ നേരത്തെ ഈ വരച്ച് കാണിച്ചു മനസ്സിലായി. പക്ഷേ സ്ലൈറ്റ്ലി പോസിറ്റീവും നെഗറ്റീവും കമ്പൈൻ ആയ അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാനാണ് അയണൈസേഷൻ വേണ്ടത്. അതിനെ ബ്രേക്ക് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് അയണൈസേഷൻ. ഇവിടെ രണ്ടും ഒരു അർത്ഥം തന്നെ. പക്ഷേ ഇത് അയോണിക് കോമ്പൗണ്ടിന്റെ കേസിൽ പറയുമ്പോൾ അതിനെ ഇലക്ട്രോണിക് ഡിസോസിയേഷൻ എന്നും, കോവാലന്റ് കോമ്പൗണ്ടിന്റെ കേസിൽ പറയുന്നത് കൊണ്ട് അതിനെ എന്താണ്, അയോണൈസേഷൻ എന്നും പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായോ? ആയെങ്കിലേ എന്ന് പറയണം. ഓക്കെ. അപ്പൊ ഇതിന്റെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ നാളെയും കെമിസ്ട്രി ആയിരിക്കും കേട്ടോ. അപ്പൊ എന്നാ പിന്നെ ഇങ്ങനെ നിൽക്കട്ടെ.